ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൺഷൈൻ പോളിക്ലിനിക്, ആനവിഴുങ്ങി സെന്റർ, വലപ്പാട്. നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. മതിലകം പുന്നക്ക ബസാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. തൃപ്പയാർ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെടുത്തു. കേരളത്തിൽ വർഗീയ കലാപം പ്രതീക്ഷിക്കുന്നില്ലെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ മതിലകം പുന്നക്ക ബസാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിലും നിർത്തിയിട്ട മിനി ലോറിയിലും ഇടിച്ചായിരുന്നു അപകടം. കാർ യാത്രികരായ കാസർഗോഡ് സ്വദേശികളായ പരിയംവീട്ടിൽ മോഹൻ, ഭാര്യ സൗമ്യ, മക്കളായ അഞ്ജന, അമയ, കാർ ഡ്രൈവർ മുരളീധരൻ, സ്കൂട്ടർ യാത്രികനായ പറവൂർ വടക്കേക്കര സ്വദേശി സുമേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 5 മണിയോടെയായിരുന്നു അപകടം. തൃപ്പയാറിൽ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെടുത്തു. കൊല്ലം ഏരൂർ വിമലാ മന്ദിരത്തിൽ ബിജുവിന്റെ മകൻ 23-കാരനായ അഭിറാമാണ് മരിച്ചത്. പെരിങ്ങോട്ടുകര സമൃദ്ധി സൂപ്പർ മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളിയാണ്. ശനിയാഴ്ച വൈകിട്ട് 3-ന് തൃപ്പയാർ ഭാഗത്തു നിന്ന് വന്ന അഭിറാം പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടുകയായിരുന്നു. സംഭവം കണ്ടവർ അറിയിച്ചതിനെ തുടർന്ന് നാട്ടിക അഗ്നിരക്ഷാസേനയും നാട്ടുകാരും സ്ഥലത്തെത്തി വഞ്ചി സംഘടിപ്പിച്ച് തിരച്ചിൽ തുടങ്ങി. റെസ്ക്യൂ ട്യൂബുമായും തിരച്ചിൽ നടത്തി. 4 മണിയോടെ പാലത്തിന്റെ 150 മീറ്റർ വടക്ക് മാറി അഭിറാമിനെ കണ്ടെത്തി. അപ്പോഴേക്കും മരിച്ചിരുന്നു. അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ ലാസർ, അസിസ്റ്റന്റ് ഓഫീസർ അനിൽകുമാർ, സീനിയർ ഫയർ ഓഫീസർ ബ്രിജലാൽ കുമാർ, വലപ്പാട് അഡീഷണൽ SI മാത്യു എന്നിവരും നാട്ടിക ഗ്രാമപഞ്ചായത്ത് അംഗം CS മണികണ്ഠൻ, വഞ്ചി തൊഴിലാളികൾ എന്നിവരും തിരച്ചിലിന് നേതൃത്വം നൽകി. നാട്ടിക MLA CC മുകുന്ദനും സ്ഥലത്തെത്തിയിരുന്നു. കേരളത്തിൽ വർഗീയ കലാപം പ്രതീക്ഷിക്കുന്നില്ലെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു. സല്യൂട്ട് ചെയ്യാം, പാർലമെന്റിൽ ചെയ്യും, പാർലമെന്റിലെ വാചൽവാണി ചെയ്യും, അതുപോലെ തന്നെ അസംബ്ലിയിലും അത് ചെയ്യും. അല്ലാതെ പുറത്ത് പോലീസ് സേന സല്യൂട്ട് ചെയ്യണമെന്ന നിഷ്കർഷത എവിടെയുമില്ല. മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. സാമുദായിക സ്പർദ്ധ വളർത്താൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ സാമുദായിക നേതാക്കളെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി കോൺഗ്രസ് ചർച്ച നടത്തുമെന്നും സുധാകരൻ പറഞ്ഞു. കോൺഗ്രസ് MP-മാർക്ക് പോലീസിന്റെ സല്യൂട്ടും സർവിളിയും വേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫോൺ വിളി വിവാദത്തിനിടെ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് 4 സിം കാർഡുകൾ കൂടി പിടിച്ചെടുത്തു. മധ്യമേഖല DIG സാം തങ്കയ്യനും സംഘവും നടത്തിയ മിന്നൽ പരിശോധനയിലാണ് തടവുകാരിൽ നിന്ന് സിം കാർഡുകളും കഞ്ചാവും കണ്ടെടുത്തത്. ഫോൺ വിളി വിവാദത്തിന് പിറകെയാണ് വിയൂർ സെൻട്രൽ ജയിലിലെ സെല്ലിൽ നിന്ന് സിം കാർഡുകൾ പിടികൂടുന്നത്. DIGയുടെ നേതൃത്വത്തിലുള്ള സംഘം C ബ്ലോക്കിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് സിം കാർഡുകൾ കണ്ടെത്തിയത്. ആകെ 4 സിം കാർഡുകളാണ് കണ്ടെടുത്തത്. C ബ്ലോക്കിൽ തടവിൽ കഴിഞ്ഞിരുന്ന കോട്ടയം സ്വദേശി ജെയ്സൺ, തൃശൂർ സ്വദേശി സാമുവൽ എന്നിവരിൽ നിന്നാണ് സിം കാർഡുകൾ പിടികൂടിയത്. ഇതിൽ 3 സിം കാർഡുകളും ജെയ്സന്റെ കൈവശമായിരുന്നു. കൊടി സുനിയുടെ കൂട്ടാളിയായിരുന്നു ജെയ്സൺ. സുനിയെ കഴിഞ്ഞ ദിവസം അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റുന്നതുവരെ ഇരുവരും ഒന്നിച്ചായിരുന്നു. അയ്യന്തോൾ ഫ്ളാറ്റ് കൊലപാതക കേസ് പ്രതി റഷീദിന്റെ കൂട്ടാളിയാണ് സാമുവൽ. ഇന്നലെ രാത്രിയാണ് DIG സാം തങ്കയ്യനും സംഘവും സെൻട്രൽ ജയിലിൽ പരിശോധന നടത്തിയത്. തടവുകാരെ പുറത്തിറക്കി സെല്ലുകൾ അരിച്ചു പെറുക്കിയായിരുന്നു പരിശോധന. ഭിത്തിയിൽ വിടവുണ്ടാക്കിയാണ് ജെയ്സൺ 3 സിം കാർഡുകൾ ഒളിപ്പിച്ചിരുന്നത്. സെല്ലിലുണ്ടായിരുന്ന മാഗസിൻ താളിൽ ഒട്ടിച്ചു ചേർത്ത നിലയിലായിരുന്നു സാമുവലിന്റെ സിം കാർഡ്. സല്യൂട്ട് വിവാദത്തിൽ വീണ്ടും പ്രതികരണവുമായി സുരേഷ് ഗോപി MP. അവർക്ക് മുന്നേ ഞാൻ പറഞ്ഞു വേണ്ടെന്ന്, പക്ഷെ ആർക്കും പാടില്ല. അത്ര വേണം. അതല്ല, രാഷ്ട്രീയം വേണ്ട കേട്ടോ. അതാരായാലും ശരി തന്നെ. പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത് DGP മറുപടി പറയാനാണ്, അല്ലെങ്കിൽ DGPക്ക് എന്തെങ്കിലും പറയാൻ. എനിക്കല്ലാതെ ഈ അസോസിയേഷൻ അതൊന്നും പറ്റത്തില്ല. DGP പറയട്ടെ. പിന്നെ അവിടെ ഒരു രാജ്യസഭാ ചെയർമാൻ ഉണ്ട്. സല്യൂട്ട് വേണ്ടെന്നാണ് താൻ ആദ്യം മുതൽ പറയുന്നത്. പക്ഷേ ആർക്കും സല്യൂട്ട് പാടില്ല. DGP ആണ് ഇക്കാര്യത്തിൽ മറുപടി നൽകേണ്ടത്. മറ്റുള്ളവരുടെ മറുപടി കേൾക്കേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി.
മെഡിക്കൽ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളെ സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ആക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതി സർക്കാർ നടപ്പിലാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അതിവിദഗ്ധവും മെച്ചപ്പെട്ടതുമായ ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഈ 5 മെഡിക്കൽ കോളേജുകളിൽ 14,09,00,000 രൂപയുടെ ഈ പദ്ധതികൾ 15 പദ്ധതികൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ മികച്ച ചികിത്സാ സൗകര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മെഡിക്കൽ കോളേജുകളെ സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോവുകയാണ്. കേരളത്തിൽ സർക്കാർ മേഖലയിൽ ഏറ്റവും ഗുണനിലവാരമുള്ള ചികിത്സ, ഏറ്റവും മെച്ചപ്പെട്ട അതിവിദഗ്ധമായിട്ടുള്ള ചികിത്സ എല്ലാ തലത്തിലും ഉറപ്പാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമാണ്. മെഡിക്കൽ കോളേജുകളിലേക്ക് വരുമ്പോൾ അത് ക്രിട്ടിക്കൽ കെയറുമായി ബന്ധപ്പെട്ട് അതിവിദഗ്ധമായിട്ടുള്ള ചികിത്സ നമ്മുടെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക നമ്മുടെ ലക്ഷ്യമാണ്. മിഷന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആർദ്രതയോടെ നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക്, നമ്മുടെ ആശുപത്രികളിലേക്ക് കടന്നുവരുന്ന ഓരോ വ്യക്തിയെയും സമീപിക്കുകയും മികച്ച ചികിത്സ നൽകുകയും മികച്ച സേവനം നൽകുകയും നമ്മുടെ ലക്ഷ്യങ്ങളുടെ ഒരു ഭാഗമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം തന്നെ ക്വാളിറ്റി ട്രീറ്റ്മെന്റ്, മികച്ച ചികിത്സ, മികച്ച സേവനം ലഭ്യമാക്കുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 5 മെഡിക്കൽ കോളേജുകളിലെ 14.09 കോടി രൂപയുടെ 15 പദ്ധതികൾ ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. തിരുവനന്തപുരം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് എന്നീ മെഡിക്കൽ കോളേജുകളിൽ വിവിധ പദ്ധതികളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഇതോടെ ഇവിടങ്ങളിൽ എത്തുന്ന ജനങ്ങൾക്ക് കൂടുതൽ സേവനം ലഭ്യമാകുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ മെഡിക്കൽ കോളേജുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ ഗവേഷണത്തിനായുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ 1.87 കോടി രൂപ മുടക്കി ഓക്സിജൻ പ്ലാന്റ്, 73 ലക്ഷം രൂപ ചെലവഴിച്ച പുതിയ കെട്ടിടം, 70 ലക്ഷം രൂപയ്ക്ക് സ്ഥാപിച്ച സ്റ്റീരിയോ ടാക്ടിക് ന്യൂറോ സർജറി ഫ്രെയിം എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത്. തലയോട്ടി തുറക്കാതെ തന്നെ തലച്ചോറിലെ പല അസുഖങ്ങൾക്കും കൃത്യതയോടെ ചികിത്സ നൽകാൻ സാധിക്കുന്ന നൂതന ശസ്ത്രക്രിയ സംവിധാനമാണ് സ്റ്റീരിയോ ടാക്ടിക് ന്യൂറോ സർജറി ഫ്രെയിം. ഓൺലൈനായി നടന്ന ചടങ്ങിൽ മന്ത്രിമാരായ കെ രാജൻ, കെ രാധാകൃഷ്ണൻ, ആർ ബിന്ദു, MLA സേവ്യർ ചിറ്റിലപ്പള്ളി, ജനപ്രതിനിധികൾ, ആരോഗ്യ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി അനുവദിച്ച സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിന്റെ സ്കൂൾ തല ഓഫീസ് തുറന്നു. E.T. ടൈസൺ MLA SPC ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. നൽകിയ വിദ്യാലയം ഏറ്റവും അവസാനം നൽകിയ അപേക്ഷ നമ്മുടെ അസ്മാബി കോളേജിന്റെ തൊട്ടടുത്തുള്ള ഹൈസ്കൂളാണ്. അവിടെ അവസാനം നൽകിയത് ഏറ്റവും അവസാനത്തിൽ ബുദ്ധിമുട്ടിയാണ് അത് വേണമെങ്കിൽ അത് അനുവദിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, കയ്പമംഗലം മണ്ഡലത്തിൽ ആവശ്യപ്പെട്ട എല്ലാ വിദ്യാലയങ്ങൾക്കും SPC ആയി. ഇനി ആരെങ്കിലും SPC കിട്ടിയിട്ടില്ലെങ്കിൽ അവര് അപേക്ഷ തരാത്തവരാണ്, അവർക്ക് ആവശ്യമില്ലാത്തവരാണ്. അതിനുശേഷം പിന്നെ എല്ലാവർക്കും കഴിഞ്ഞിട്ട് ഒരാളുടെ അപേക്ഷ തന്നിട്ടുണ്ട്. അത് എന്തായാലും സ്കൂളാണ് പറഞ്ഞത്, ഒരാൾ എല്ലാം കഴിഞ്ഞൊന്നുമില്ല. നമ്മൾ ഈ പണ്ടിലെ 10ാം ക്ലാസ്സും പരീക്ഷയ്ക്ക് പറയും പാഠസ്ഥാനം വാർന്നൊഴിഞ്ഞാണ് ഇതെല്ലാം മഴ മുഴുവൻ പെയ്ത ശേഷം അണക്കെട്ട് കെട്ടിയിട്ട് കാര്യത്തിൽ എല്ലാം കഴിഞ്ഞ് എന്റെ ഓർഡറാകുന്ന സമയത്ത് ഒരു SPC വേണമെന്ന് പ്രതീക്ഷിച്ച് രക്ഷിച്ചില്ല. അതിനൊന്നും ഒരെണ്ണത്തിന് മാത്രം അടുത്ത കൊല്ലം നമുക്കതും ആ സ്കൂളിലും അനുവദിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്തുകൊണ്ട് SPC വേണമെന്ന് സ്കൂളുകൾ ആഗ്രഹിക്കുന്നു? അവിടെയാണ് ചോദ്യം. ഒന്ന്, നമ്മുടെ വിദ്യാലയത്തിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായി സമൂഹം ഉൾപ്പെടെ കാണുന്ന SPCയെ ഒരു കാര്യം. 2, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മാർക്കില്ലെങ്കിൽ അത് ഇൻഡയറക്റ്റ് കണ്ടത് ഡയറക്റ്റായിട്ട് പറയൂലായിരിക്കും, പക്ഷെ എനിക്ക് അറിയാം, ഞാൻ അധ്യാപകനായിരുന്നു. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് 25 മാർക്ക് എളുപ്പത്തിൽ കിട്ടാൻ സംവിധാനം ചെയ്തിട്ടുണ്ട് SPC. അതൊന്നും നമ്മൾ പറയാതെ മൂടി വെക്കുന്ന ഒരു സാധനമാണ്. അത് 25 മാർക്ക് കഴിഞ്ഞ വർഷം ആർക്കും കൊടുത്തില്ല. അതുകൊണ്ട് എല്ലാവരും ആവശ്യപ്പെട്ട കൊടുക്കണമെന്നത് ആവശ്യപ്പെട്ടതാണ്. PTA പ്രസിഡന്റ് VK ജ്യോതിപ്രകാശ് അധ്യക്ഷനായി.
SPC തൃശൂർ റൂറൽ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ TR മനോഹരൻ പദ്ധതി വിശദീകരണം നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ്, പഞ്ചായത്ത് അംഗം ശൈലജ രവീന്ദ്രൻ, പ്രിൻസിപ്പൽ VB സജിത്ത്, ഹെഡ്മാസ്റ്റർ ഇൻചാർജ് KS കിരൺ എന്നിവർ സംസാരിച്ചു. ഓമനമൃഗങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കുന്നവർ അറിയാൻ ഇരിഞ്ഞാലക്കുട പുല്ലൂരിൽ നിന്നും ഇതാ നല്ലൊരു വാർത്ത. 7 വർഷമായി തളർന്നു കിടക്കുന്ന പൂച്ചയെ സ്വന്തം കുഞ്ഞിനെ പോലെ സംരക്ഷിക്കുകയാണ് ഒരു വീട്ടമ്മ. ഇരിഞ്ഞാലക്കുട പുല്ലൂരിലെ ബിന്ദുവും കുടുംബവുമാണ് കാഴ്ചശക്തിയും ചലനശേഷിയും നഷ്ടപ്പെട്ട പൂച്ചയ്ക്ക് തുണയായത്. ജനിച്ച് 1 വർഷം തികയും മുമ്പേ ബാധിച്ച വൈറൽ പനിക്ക് ശേഷമാണ് പുരുഷുവിന് ചലനശേഷിയും കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടത്. സ്വന്തം കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെയാണ് ബിന്ദു പൂച്ചയെ സംരക്ഷിക്കുന്നത്. മടിയിലിരുത്തി ഭക്ഷണം കൊടുക്കും, ഓമനിക്കും. ഒരേ മുറിയിലാണ് ഇരുവരും ഉറങ്ങുന്നത്. പേര് പുരുഷു എന്നാണ്. എൻ്റെ ഇപ്പം 2014 ജനിച്ചതാണ്. ജനിച്ചപ്പോൾ ഇങ്ങനെ ഒരു നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും സാധാരണ പൂച്ചകളെ പോലെ ആയിരുന്നില്ല. പിന്നെ 1 വർഷമായപ്പോൾ ഒരു വൈറൽ പനി വന്നു. പിന്നെ ആകെ തളർന്നു പോയി. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ എല്ലാവർക്കും സംഭവിക്കില്ല, പൂച്ചകൾക്ക് വളരെ അപൂർവമായിട്ടുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. രക്ഷപ്പെടാൻ ചാൻസ് കുറവാണെന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നെ നോക്കി വളർത്തി ഇത്രയ്ക്കാക്കി. അത് മീശമാധവൻ സിനിമയിൽ ജഗതിയുടെ ഇത് പറഞ്ഞപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്. ജഗതി പറയില്ല പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന്. അങ്ങനെ ഒരു ദിവസം TV കണ്ടിരിക്കുമ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ അങ്ങനെ ഞങ്ങൾ പുരുഷുവിനെ അങ്ങനെ ഇട്ടു. പുരുഷുവിന് സ്വന്തമായി കട്ടിലുണ്ട്. അതിൽ കിടക്ക വിരിച്ച് പുതപ്പിച്ച് കിടത്തും. ആയുർവേദ ഡോക്ടറായ മകൾ ആതിര കിഴി പിടിച്ചാണ് അല്പമെങ്കിലും മാറ്റം വന്നത്. പൂച്ചയെ ഉപേക്ഷിക്കാൻ പലരും പറഞ്ഞെങ്കിലും മനസ്സ് വന്നില്ലെന്ന് ഈ വീട്ടമ്മ പറയുന്നു. പുരുഷുവിനെ പിരിയേണ്ടി വരുമെന്നതിനാൽ ഈ 7 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ബിന്ദു വീട് മാറി നിന്നിട്ടില്ല. ആഗോള മുള ദിനത്തിൽ TN പ്രതാപൻ MPക്ക് ആദരം. KPCC ബിജാർ വിഭാഗ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് മുളത്തൊപ്പിയും ബൊക്കയും നൽകി പ്രതാപനെ ആദരിച്ചത്. എല്ലാ ഉപകരണങ്ങളും മുള കൊണ്ടുണ്ടാക്കിയ ഉണ്ണികൃഷ്ണൻ പാക്കനാരെന്ന് പറയുന്ന ചാലക്കുടിയിലെ ഈ മുളയെ മാത്രം പ്രണയിച്ച് ജീവിക്കുന്ന ഒരു കലാകാരനുണ്ട്. വളരെ സാധാരണക്കാരനെ കലാകാരൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച് മുള സംഗീതം എന്ന പരിപാടി തന്നെ നടത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുളന്തൈകൾ അവർ ഉണ്ടാക്കിയെടുത്ത മുളന്തൈ 16 ഇനം മുളന്തൈകൾ വെച്ചിട്ടുണ്ട്. വീട്ടിൽ ആദ്യം എന്നെ ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒക്കെ പ്രയാസമായിരുന്നു. വീട്ടിൽ മുളന്തൈ വെച്ചാൽ മുളവേര് കൊണ്ട് വീട്ടിലെ മറ്റൊന്നിനും വളരാൻ വേണ്ടി കഴിയത്തില്ല എന്ന് പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. KFRയുടെ തന്നെ പല ചില ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഇനി ഈ അവിടെ ഒന്നും വേറെ വളരിലിട്ടോ ഒന്നും പറ്റൂലോട്ടോ. പക്ഷേ സാറില്ല, വീടിൻ്റെ മുൻവശം മുളങ്കാടായി മാറട്ടെ. എൻ്റെ ഒരു ആഗ്രഹവും സ്വപ്നവുമാണ് എൻ്റെ വീടിൻ്റെ മുൻവശം ഒരു മുളങ്കാടായി മാറണം. വീട്ടിലേക്ക് മുളങ്കാട്ടിലൂടെ കടന്നു വരണമെന്നാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഒരു 10 വർഷം കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് ഞാനിത് മുളങ്കാടാക്കി മാറ്റും. അവിടെ ഇടയിലുണ്ടായിരുന്ന തെങ്ങുകളെല്ലാം അതിൻ്റെ ഫലം നഷ്ടപ്പെട്ടു. മറ്റെല്ലാം 1-2 മാവും പിന്നെ വേങ്ങ ഉൾപ്പെടെയുള്ള ചില ആയുർവേദ മരങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം പോയി. അവിടെ ഉണ്ടായിരുന്ന വലിയ രക്തചന്ദനം പോയി പോലും മുളവേരിൻ്റെ സ്വാധീനം കൊണ്ട് ഉണങ്ങിപ്പോയി. മുള മഹോത്സവത്തിനും മുള സംഗീത പരിപാടികൾക്കും മുൻകൈയെടുക്കുകയും സ്വന്തം പുരയിടത്തിൽ 16 തരം മുളകൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്ത് പരിഗണിച്ചായിരുന്നു ആദരിക്കൽ. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. KPCC ബിജാർ വിഭാഗ് നാട്ടിക ബ്ലോക്ക് ചെയർമാൻ ഷൈൻ നാട്ടിക അധ്യക്ഷനായി. ജില്ലാ ചെയർമാൻ ജെയിംസ് ചിറ്റിലപ്പള്ളി, ജില്ലാ സെക്രട്ടറി ആൻഡോ തൊറയൻ, DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗഫൂർ തളിക്കുളം, റംഷാദ് പെരുമ്പടപ്പ്, പ്രവീൺ രവീന്ദ്രൻ, ശ്യാംരാജ് അന്തിക്കാട്, കിരൺ തോമസ്, ജെൻസൺ വലപ്പാട്, PS സുൽഫിക്കർ, ഗഫാർ എന്നിവർ സംസാരിച്ചു. തൃശൂർ പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ 8ാമത് അച്യുത വാര്യർ സ്മാരക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പരിസ്ഥിതി സംബന്ധിയായ മികച്ച വാർത്താ ചിത്രത്തിന് മലയാള മനോരമ ചീഫ് ഫോട്ടോഗ്രാഫർ മനോജ് ചേമഞ്ചേരി അർഹനായി. മികച്ച പരിസ്ഥിതി ദൃശ്യത്തിനുള്ള പുരസ്കാരം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ക്യാമറാമാൻ M അരുൺ സ്വന്തമാക്കി. 2019 ജനുവരി 1 മുതൽ 2021 ജൂൺ 30 വരെ പ്രസിദ്ധീകരിച്ച പരിസ്ഥിതി സംബന്ധമായ വാർത്താ ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് പരിഗണിച്ചത്. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരങ്ങൾ. ഈ മാസം അവസാനം പുരസ്കാര സമർപ്പണം നടത്തും. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കയ്പമംഗലം, കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതിലകം പുന്നക്ക ബസാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. തൃപ്പയാർ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെടുത്തു.
കേരളത്തിൽ വർഗീയ കലാപം പ്രതീക്ഷിക്കുന്നില്ലെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.